ബാക്ക് ടു മൈ ചാനൽ. രമീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് വേറെ വീഡിയോസ് ഒന്നുമില്ല. ഇന്ന് ഞാൻ എൻ്റെ ചെടികളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ച് വന്നതാണ്. പൂക്കളെ ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലോ. എനിക്ക് പൂക്കളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അധികമൊന്നും ആയിട്ടില്ല ഞാനിങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ഈ പൂക്കൾ നമ്മൾ ചെടികൾ കൊണ്ട് വയ്ക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഒഴിവാക്കാൻ പറ്റും. വിഷമമില്ലാത്ത ആരും ഉണ്ടാവില്ല ഈ ലോകത്തിൽ. എത്ര സുഖമുള്ള ആൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം ഉണ്ടാവും. എത്ര കാശുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം ഉണ്ടാവും. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് വിഷമങ്ങളുള്ളപ്പോൾ നമ്മളത് ചിലരാണെങ്കിൽ അത് കരഞ്ഞു തീർക്കും, ചിലർ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അത് ഒരുപാട് വിഷമം കുറയും. ഇതൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ അതിനും സാധിക്കാൻ പറ്റാത്തൊരവസരം ഉണ്ടാകും. ചിലപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല, അധികം ആൾക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് ഞാൻ പൂക്കളെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയത് കേട്ടോ. ഇതിനു മുമ്പൊക്കെ എൻ്റെ അമ്മ നന്നായി പൂക്കളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പോയിട്ട് റോസപ്പൂവൊക്കെ ഉണ്ടാകുമ്പോൾ പോയിട്ട് നുള്ളി എടുക്കുമ്പോൾ അമ്മ പറയും, നിന്നെ നുള്ളി നോവിച്ചാൽ നിനക്ക് വേദനിക്കൂലേ, അതേപോലെയാണ് ഓരോ ചെടികൾക്കും അങ്ങനെ കരുതും. അന്നൊക്കെ ഞാൻ വെറും തമാശയായിട്ട് എടുത്തിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ ഒരുപാട് ചെടികളുണ്ടാക്കി, ഒരുപാട് പൂക്കളുണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് മുമ്പിലൊന്ന് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം, നമുക്ക് ചില സമയങ്ങളിൽ ദുഃഖം, അതീവമായ ദുഃഖം ഉണ്ടാവാം. ചിലപ്പോൾ അത് ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥയാവാം. എല്ലാവർക്കും ഉണ്ടാവും. ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന എല്ലാ ജീവികൾക്കും ഉള്ളൊരു വികാരമാണ് ദുഃഖം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ചെടികളൊക്കെ സംരക്ഷിച്ച് കുറേ ടൈം അതിൻ്റെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സാകെ മാറി നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. അങ്ങനെ ഞാൻ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടെൻഷൻ ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ ചിലർ പറയും അതിനെവിടെ നമുക്ക് സമയം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്ത ഒന്നുമില്ല. നമുക്ക് ഇതിനൊക്കെ സമയം ഉണ്ടാവും. പൂക്കളെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ആൾക്കാർക്കും, എത്ര ദുഷ്ടന്മാരാണെങ്കിലും എത്ര ഇതാണെങ്കിലും പൂവിനെ സ്നേഹിക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചെടികളെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ പൂക്കളെയൊക്കെ കാണുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ, മനസ്സിലേക്ക് ഇങ്ങനെ വരും. പൂവേ ഒരു മഴമുത്തം നിൻ കവിളിൽ പതിഞ്ഞുവോ, തേനായൊരു കിളിനാദം നിൻ കാതിൽ കുതിർന്നുവോ, പൂമരം പൂത്തുലഞ്ഞി പൂവാകയിൽ പൂത്തുമ്പി പാറി വന്നേ, ഇന്നെൻ്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ, പൂമരം പൂത്തുലഞ്ഞി പൂവാകയിൽ പൂത്തുമ്പി പാറി വന്നേ, ഇന്നെൻ്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ. ഞാൻ ഇനി പാട്ടുപാടി നല്ല നല്ല പാട്ടുകളൊന്നും കുളമാക്കുന്നില്ല, വെറുതെ ഇങ്ങനെ ഒന്ന് പാടി നോക്കിയതാണ് കേട്ടോ. അതിനി എന്തായാലും ബാഡ് കമൻറ്റ്സൊക്കെ വരുന്നുണ്ടാവും, സാരമില്ല. പിന്നെ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും മറക്കരുത്. ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം.
താങ്ക് യു.